ഹലോ, പവിത്രത്തിൻ്റെയും ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ ആ ഒരു പള്ളിയിലെ അച്ഛൻ സന്തോഷിനെ ആ മാനേജരെ കണ്ട് കാര്യങ്ങളൊക്കെ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറയുകയാണ്, വേദയുടെയും വിക്രത്തിൻ്റെയും വിവാഹം നടന്നതും അതുമൂലം ആ ഒരു സന്ദർഭത്തിലാണ് സന്തോഷിൻ്റെയും അതുപോലെ ശ്രീലക്ഷ്മിയുടെയും വിവാഹം മുടങ്ങുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങളും പിന്നീടുണ്ടായ അനുഭവങ്ങളും ഇവരുടെ വിവാഹം നടക്കാനിടയായ സാഹചര്യം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ആരാണോ ഈ ഒരു വിവാഹം മുടക്കിയത് അയാളുടെ കൈകൊണ്ട് തന്നെ അത് തുന്നിച്ചേർക്കാനുള്ള ഒരു സമയമാണ് വന്നിരിക്കുന്നതും അതായിരിക്കും ഈ ഒരു നിമിത്തം എന്നൊക്കെ അച്ഛൻ ഓരോ ബൈബിളിലെ വചനങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സന്തോഷിനെ മനസ്സിലാക്കുകയാണ്. അങ്ങനെ സന്തോഷമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് ഇനി ഒരു കുടിച്ചേരലുണ്ടായാൽ അതായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കാനാകാത്ത സംഭവം. അതുപോലെ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഇവരോട് തന്നെ ആയിരിക്കും. കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവരിനിയും ഇതിന് മുൻകൈ എടുത്തിറങ്ങി വിക്രം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഉണ്ടായാൽ ഒരിക്കലും എനിക്കിവരെ മറക്കാൻ കഴിയില്ല, ഞാൻ ഇവരോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് മാനേജർ ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെ വിക്രത്തിനും അതുപോലെ അച്ഛനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു ശ്രീലക്ഷ്മിയെ അവരുടെ വീട്ടിൽ തന്നെയാണ് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, അവിടെ പോയി അവരെ കണ്ട് സംസാരിച്ച് കൺവിൻസ് ചെയ്യിച്ചിട്ട് വേണം ഈ ഒരു വിവാഹം കൂട്ടിയോജിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അതിന് നേരിട്ട് അവരുടെ വീട്ടിൽ പോയേ മതിയാവൂ. അപ്പോൾ വിക്രത്തിനും വേദയ്ക്കും പരസ്യമായിട്ട് വീട്ടിൽ പോകാൻ പറ്റിയൊരു സാഹചര്യമാണ് എങ്കിലും അതിനുള്ള ഒരു പ്ലാനുകളൊക്കെ നടപ്പിലാക്കുകയാണ് അവർ കേട്ടോ. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോലീസ് ഓഫീസർ, അന്ന് വന്ന പോലീസ് ഓഫീസറും പഴയ മാനേജർ ജോബിയാണ്. അപ്പോൾ ജോബി പറയുന്നുണ്ട്, എന്തായാലും അവരെ കുടിക്കേ മതിയാവും, അങ്ങനെ എന്നെ കുടുക്കിയിട്ട് അവരങ്ങനെ രക്ഷപ്പെട്ട് ഇവിടെ ജീവിക്കേണ്ട എന്ന് പറയുന്നു. അപ്പോൾ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, ആദ്യം താൻ തൻ്റെ കാര്യം നോക്കുക, കാരണം മുകളിൽ നിന്നൊരു ഓർഡർ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ എനിക്ക് അറസ്റ്റ് ചെയ്തേ പറ്റൂ. ആ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. പിന്നെ അവരുടെ കാര്യം, അവരെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ അതിനുള്ള ഓർഡറുകളോ വന്നിട്ടില്ല. അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ എനിക്ക് കഴിയേയില്ല, കാരണം ആ ഒരു കൊലപാതകം ചെയ്തത് വിക്രമാണെന്ന് യാതൊരു തെളിവുമില്ല, അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടുകൂടിയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മേലെ ആക്ഷൻ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് താൻ തൻ്റെ കാര്യം ആദ്യമേ സേഫാക്കാൻ നോക്കുക, അതിനൊരു തീരുമാനം ഉണ്ടാക്കും. അപ്പോൾ ജോബി പറയുന്നുണ്ട്, എന്തൊക്കെയായാലും എനിക്ക് അവരെ കുടിക്കേ പറ്റൂ, അവർ ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് ഇതെല്ലാം മറ്റെന്തോ ഒരു കാരണമുണ്ട്, അത് കണ്ടെത്തും, ഞാൻ അവരെ കുടുക്കുകയും ചെയ്യും, അവരെ ഞാൻ അതിനുള്ള ഒരു ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കും, അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ടാണ്, അവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജോബിയുടെ അടുത്ത പരിപാടി. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർ. അപ്പോൾ ഈ ഒരു സമയത്താണ് തിരിച്ച് അവർ ഗീവർഗീസാണ് വിക്രത്തെയും അതുപോലെ അച്ഛനെയും വേദയൊക്കെ തിരിച്ച് കൊണ്ടുവന്നാക്കുന്ന, അച്ഛനെ പള്ളിമേടയിലേക്കും അതുപോലെ തന്നെ വിക്രത്തെ അവിടെ ആ ഒരു താമസ സ്ഥലത്തേക്കും കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം വിക്രം തീരുമാനിക്കുകയാണ്, 2 പേർ കൂടി തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീരുമാനം എന്ന് വെച്ചാൽ വിക്രം തന്നെ ഒറ്റയ്ക്ക് നാട്ടിൽ പോയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവിടെ സ്വന്തം വീട്ടിൽ ചെന്നിട്ടിന് ശേഷം അവിടെ നിന്നുകൊണ്ട് ഈ കാര്യം ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോരണം. അങ്ങനെ വേദയെ തനിച്ചല്ല, ഗീവർഗീസും അതുപോലെ മേരിയും ഒക്കെ കൂട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേദയുടെ യാതൊരു പ്രശ്നമില്ലാതെ വേദ സംരക്ഷിച്ചോളാം അവർ പറയുകയാണ്. അപ്പോൾ അങ്ങനെ വിക്രത്തിൻ്റെ മൊബൈലും ഒക്കെ ഉണ്ട്, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിക്കണം. അപ്പോൾ അതിനായിട്ട് വേദയുടെ കയ്യിൽ മൊബൈലും ഒക്കെ കൊടുത്ത് എല്ലാം പാക്ക് ചെയ്ത് വിക്രം ഇറങ്ങുവാണ്. അപ്പോൾ ഗിവർഗീസാണ് ജീപ്പിൽ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പോകുന്ന സമയത്തെല്ലാം ഒരുങ്ങി എല്ലാം റെഡിയായിട്ട് വരുമ്പോൾ വേദ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് യാത്രയാക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ വേദ തിരിഞ്ഞ് നോക്കിയാണ് പോകുന്നത്. വേദ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ വിക്രത്തിന് യാതൊരു താല്പര്യമില്ല. പക്ഷേ 2 പേർ കൂടി പോകാൻ കഴിയില്ലല്ലോ, അത് കൂടുതൽ പ്രശ്നവും വിക്രം തന്നെ. അപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ, വിക്രം വീട്ടിലെത്തുമെന്നും ഒക്കെയുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കി എടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ജീപ്പിൽ ഗിവർഗീസാണ് കൊണ്ടുവന്ന് യാത്രയാക്കുന്നത്. അങ്ങനെ സ്റ്റാൻഡിൽ കൊണ്ടുവിടുകയും അവിടുന്ന് ആരും കാണാതെ തന്നെ ആ ഒരു സുരക്ഷാ മാർഗം വിക്രം തിരിച്ച് വീട്ടിലെത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന സമയത്ത് ബെല്ലടിക്കുന്നു. ഇതിപ്പോൾ അവരാരും അപ്പോൾ അവിടെ ചെന്ന് അവരുടെയും കൂടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. നന്ദിനിയും ഭർത്താവിനെ ഒഴിച്ചിട്ട് ബാക്കി വിശ്വവും ലക്ഷ്മി എല്ലാവരും ഉണ്ടല്ലോ, കമല, അങ്ങനെ അച്ഛൻ, അവരെല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അങ്ങനെയൊക്കെ ഒരു കാര്യത്തിലാണ് പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് കതവ് തുറക്കുന്നു, കതവിന് തുറക്കുമ്പോൾ കമലയെന്ന് പറഞ്ഞാണ് അച്ഛമ്മൻ തുറക്കുന്നത്. മോനെ കാണുമ്പോഴത്തേക്ക് 2 പേരുടെ സന്തോഷമൊന്നും പറയണ്ട. അമ്മയാണെങ്കിൽ അങ്ങ് സന്തോഷം മനസ്സ് നിറയുകയാണ്. മോനെ കണ്ടപ്പോഴത്തേക്ക് മോനെ തടിക്കൊക്കെ പിടിക്കും. അമ്മമാരുടെ സ്നേഹം ഒക്കെ അവിടെ നമുക്ക് അത്രയും വിങ്ങലോടെ കാണാതിരുന്നിട്ട് മോൻ ഇത്രയും നാൾ എവിടെ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു സ്നേഹപ്രകടനവും മാഷും ഒക്കെ കാര്യമായിട്ട് സംസാരിച്ച കാര്യം.
അപ്പോൾ മാഷ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കമല നീ പോയി മോന് ഇതുപോലെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറയും. അങ്ങനെ ചായയൊക്കെ പോയി എടുക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു സംഭ്രമ അവസ്ഥയിലാണ് കമല കേട്ടോ. കാരണം വിക്രത്തെ ഇത്ര നാൾ കൂടി ഒന്നും കണ്ടില്ല. അപ്പോൾ ഇടയ്ക്ക് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു, വേദ എവിടെയാണെന്നും വേദ അപ്പോൾ വിക്രം കാര്യങ്ങളൊക്കെ പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ താമസിക്കുന്ന വിവരങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ അനിയൻകുട്ടൻ എങ്ങനെയുണ്ടെന്നൊക്കെ തിരക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നടന്ന വിവരങ്ങളെല്ലാം കമലയും മാഷും ചേർന്നിട്ട് പറയുന്നത് പോലെ കമലയെ പോലീസ് കൊണ്ടുപോയപ്പോൾ രക്ഷിച്ചത് വാസവനാണെന്നും വാസവൻ്റെ പെരുമാറ്റത്തിലും ഇടപെടലിലൊക്കെ വന്ന മാറ്റങ്ങളും ഒക്കെ അറിയിക്കുന്നു. അപ്പോൾ കുറച്ച് സമാധാനം വിക്രത്തിന്. കാരണം വാസവൻ്റെ ഭാഗത്തുനിന്ന് ഇനി അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ശ്രീകാന്തിനെയും അമ്മായിയച്ഛനെയും മാത്രം പേടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറച്ച് ആശ്വാസം വിക്രത്തിന് മനസ്സിൽ തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അറിയിക്കുകയാണ്. അതുപോലെ വിക്രവും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. അങ്ങനെ ഇപ്പം ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം പറയുന്നത് ശ്രീലക്ഷ്മിയുടെ ഇങ്ങനെ ഒരു വിവാഹ തടസ്സം അന്നുണ്ടായതും അപ്പം മാഷൊപ്പം നിൽക്കുന്നുണ്ട്. കാരണം വിക്രം മുഖാന്തരം നഷ്ടപ്പെട്ടൊരു ജീവിതമല്ലേ, അത് കൂട്ടി യോജിപ്പിക്കുന്ന മാഷിനും താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വിക്രം മനസ്സിലാക്കുകയാണ് അന്നുണ്ടായ സാഹചര്യങ്ങളൊക്കെ. അങ്ങനെ അവരും ഒപ്പം നിൽക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് പോകുന്നത്. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ ഒരു രംഗം ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ ത്രില്ലിങ് എപ്പിസോഡ് രംഗങ്ങളാണ് ഇനിയിപ്പോൾ വിക്രം ഈ ഒരു ഒളിച്ചു താമസിച്ച് ആ ഒരു വരവും അതിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം നേടുകയും എല്ലാ കാര്യങ്ങളും നടത്തി, അതുപോലെ ഈ ഒരു വിവാഹവും മറ്റു കാര്യങ്ങളും ശ്രീകാന്തിനെതിരെയുള്ള കളമൊരുക്കലും എല്ലാം നടത്തുന്ന രംഗങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ പവിത്രത്തിൽ വരാനായിട്ടുള്ളത്. ഉറപ്പായിട്ട് എപ്പിസോഡുകളൊന്നും മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ചാനലാണ്, ചാനലിലേക്ക് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് പ്രൊമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു സഹകരണവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.